കേരളത്തിലെ 3 മുന്നണികളും മുന്നൊരുക്കത്തിലാണ്. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഏപ്രിൽ 2ാം വാരത്തോടുകൂടി നടക്കുമെന്നാണ് അനൗദ്യോഗികമായിട്ടൊക്കെ അറിയുന്നത്. എന്തായാലും 2 മാസത്തോളം നിൽക്കുന്നുണ്ട്. മുന്നൊരുക്കം ഉണ്ടെങ്കിൽ മാത്രമേ വേണ്ട തരത്തിൽ ഫലപ്രാപ്തിയിലെത്താൻ കഴിയുകയുള്ളൂ. പഴയ കാലമല്ലല്ലോ എന്ന് മുന്നണികൾ മനസ്സിലാക്കുന്നുണ്ട്. നല്ലത് തന്നെയാണ്. ഇപ്പോൾ BJPയെ പോലുള്ള ഒരു പാർട്ടി അവർക്ക് വിജയസാധ്യത ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങൾ, അതായത് അവരുടെ ലിസ്റ്റിനകത്ത് A ക്ലാസ് മണ്ഡലങ്ങൾ, അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അംഗവും കുറിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതിനെല്ലാം ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നേ ഉള്ളൂ. അവർ കണ്ടുവച്ചിട്ടുണ്ട് ഓരോ സീറ്റിലും ആരും മത്സരിക്കണം എന്നൊക്കെ. കോൺഗ്രസ്സുകാരും ഇതിനകത്ത് കുറേ മാറിപ്പോയി. അവരും കാരണം 10 വർഷം പുറത്തു നിന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അതുകൊണ്ടിപ്പോൾ വളരെ നേരത്തെ തന്നെ വളരെ കരുതലോടുകൂടി നീങ്ങുകയാണ്, ഒരുമയോടുകൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും അവർക്ക് കുറച്ച് ആത്മവീര്യം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ വളരെ കരുതലോടുകൂടി എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നേറുന്നത്. LDF ഇങ്ങനെ താത്വിക അവലോകനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും CPM ഇങ്ങനെ പ്രതിപ്പട്ടികയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. പലരും ഏതാണ്ട് പലതരത്തിലും പിടികൂടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NDA മുന്നണിയും UDFും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും മറ്റുമൊക്കെ കടന്നപ്പോൾ LDFിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് LDF നയിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രതിരോധത്തിൽപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഈ ചില സ്ഥാനാർത്ഥികൾക്ക് ചിലരെ 2 ടേം പൂർത്തിയാക്കിയിട്ടും മത്സരിക്കാൻ അനുവദിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഒരു പരീക്ഷണത്തിന് മുതിരാൻ തയ്യാറല്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തെളിഞ്ഞു. 2, ശബരിമല സ്വർണ്ണക്കൊള്ള അനുദിനം പുതിയ ഡെവലപ്മെൻറ്റ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സന്നിധാനം തന്നെ വിഴുങ്ങാൻ പാർട്ടിയും വൻ സഖാക്കന്മാരും ഒക്കെ ആലോചിച്ചിരുന്നതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത. ഈ സാഹചര്യത്തിലാണ് അവർ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താതെ അല്പം ജനകീയമായിട്ട് നിൽക്കുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നവർക്കൊക്കെ വീണ്ടും ഒരു തവണ കൂടി ഇളവനുവദിച്ചുകൊണ്ട് മത്സരിക്കാൻ രംഗത്തിറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേ അവസരത്തിൽ ഇവര് മുൻകാലങ്ങളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സ്വതന്ത്രന്മാരെ നിർത്താറുണ്ട് CPM ചിലയിടങ്ങളിലൊക്കെ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവര് ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ഇന്നസെന്റിനെ മത്സരിപ്പിച്ചു. 14ലും 19ലും 19ൽ വന്നിട്ട് ഇന്നസെന്റ് പരാജയപ്പെട്ടു. 14ലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നസെന്റ് ഒരു തവണ മാത്രം വിജയിച്ചു, 2ാം തവണ പരാജയപ്പെട്ടു. ഇവർക്കാർക്കും തന്നെ യഥാർത്ഥത്തിൽ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങളോ ജനകീയ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയോ ഇല്ലെന്നുള്ളതാണ്. ഒരു ദിവസം ഇങ്ങോട്ട് പൊട്ടിമുളച്ച് വരുന്നതാണ്. അങ്ങനെ മറ്റു പലരെയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് CPM. ഇപ്പോൾ ചലച്ചിത്ര നടൻ മുരളിയെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു, പരാജയപ്പെട്ടു. അതുപോലെ തന്നെ കവി കടമ്മനിട്ട രാമകൃഷ്ണനെ ഒരു തവണ ജയിച്ചു കടമ്മനിട്ട രാമകൃഷ്ണൻ ആറന്മുളയിൽ നിന്ന്. പിന്നീട് MV രാഘവനോട് കടമ്മനിട്ട രാമകൃഷ്ണൻ തോക്കുകയാണ് ഉണ്ടായത്. മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. SK പൊറ്റക്കാടും ഒക്കെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അവർ രാജ്യസഭയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്.
അത് അവരുടെ ഒരു കാലമല്ല. പിന്നീട് വന്നിട്ടുള്ള ഈ എഴുത്തുകാരും സാംസ്കാരിക നായകരും ഒക്കെ തന്നെ LDFന് CPMനെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള, ഇപ്പോൾ സാഹിത്യ അക്കാദമി, ഫോക്ലോർ അക്കാദമി, സംഗീത നാടക അക്കാദമി, പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, മലയാളം മിഷൻ, ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതിൻ്റെ ഏതിൻ്റെയെങ്കിലുമൊക്കെ തലപ്പത്ത് വരണം, അതിനു വേണ്ടിയൊക്കെയാണ്. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ പലയിടങ്ങളിലും നിയമസഭയിലേക്ക് മത്സരിക്കാനുമായിട്ടും ഒക്കെ ചില എഴുത്തുകാരും ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പാർട്ടി ഇവരെയൊക്കെ സമീപിക്കുന്നുണ്ട്. ചില എഴുത്തുകാരും നടന്മാരെയും ഒക്കെ രംഗത്തിറക്കാനാണ്. കാരണം ഇവർക്കൊരു ജനപ്രീതിയുണ്ട്. അതുകൊണ്ട് എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടായാലും, ശബരിമല പ്രശ്നമുണ്ടായാലും, ഈ എഴുത്തുകാരും ഈ സാംസ്കാരിക നായകരും ഒക്കെ വിജയിച്ചു വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പാർട്ടിക്കുള്ളത്. പക്ഷെ അത് വേണ്ട തരത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചിലരെയൊക്കെ രംഗത്തിറക്കാനായിട്ട് അതിലൊരാൾ, ഇപ്പം നമുക്കറിയാം, കൊല്ലത്ത് CPMന് പറ്റിയ വലിയ അബദ്ധം എന്ന് പറയുന്നത് 2016 അവിടെ PK ഗുരുദാസനെ മാറ്റി നിർത്തിയിട്ടാണ് മുകേഷിനെ മത്സരിക്കാൻ ഇറക്കിയത്. മുകേഷ് ആദ്യ തവണ വിജയിച്ചു. 2016 കേരളത്തിലെ ഒരു LDF തരംഗമുണ്ടായിരുന്നു. 21 ഉണ്ടായി. 21 ജനങ്ങള് അവിടെ ഈ മുകേഷ് MLA അവിടെ തോപ്പിച്ച് തുന്നം പാടിക്കണം എന്ന് തീർച്ചപ്പെടുത്തിയതാണ്. പക്ഷെ കോൺഗ്രസിനകത്തെ പോര് കാരണം ഏതാണ്ട് 2026 വോട്ടിന് 2ാം തവണയും വിജയിച്ചു. അതിനിടയ്ക്ക് നമുക്കറിയാം 24 കൊണ്ട് ലോക്സഭയിലും നിർത്തി എന്നുള്ളത്. ലോക്സഭയിൽ നിർത്തിയത് MLA എന്നുള്ള രീതിയിലുള്ള മികച്ച പ്രകടനം കണ്ടിട്ട് ഇനി ലോക്സഭയിലേക്ക് പോകട്ടെന്ന് വിചാരിച്ചല്ല. NK പ്രേമചന്ദ്രനെ എതിരിടാൻ പറ്റിയ വേറൊരു ചാവേറില്ല. അതുകൊണ്ടാണ് മുകേഷിനെ അവിടെ കൊണ്ട് നിർത്തിയത്. അത് മുകേഷിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അത്രത്തോളം തൊലിക്കട്ടിയുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള ചലച്ചിത്ര നടന്മാരെ രംഗത്തിറക്കാനൊക്കെ പാർട്ടി വീണ്ടും ആലോചിക്കുന്നുണ്ട്. മുകേഷിന് ഏതായാലും കൊല്ലം സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. CPM അവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അല്പം പ്രയാസം. അതുകൊണ്ട് കോൺഗ്രസും RSP ഒക്കെ ഇപ്പോൾ ആ മണ്ഡലം നോട്ടമിട്ടിരിക്കുകയാണ്. ഇനി ഇതുപോലെ മത്സര രംഗത്തേക്ക് CPM കൊണ്ടുവരാൻ പോകുന്ന മറ്റൊരു എഴുത്തുകാരനാണ് ബെന്യാമിൻ. വലിയ പ്രവാസി മലയാളിയാണ്. അവിടെ പോയി ഇഷ്ടം പോലെ പണമുണ്ടാക്കി, ആടുജീവിതം, പിന്നെ വേറെ കുറേ പുസ്തകങ്ങളും ഒക്കെ എഴുതി 50 പതിപ്പും 40 പതിപ്പും 90 പതിപ്പും ഒക്കെ വിറ്റ് ലക്ഷപ്രഭുവായി മാറി. ഇപ്പോൾ സ്വസ്ഥം നാട്ടിൽ. എന്നിട്ടെന്താ, ഇനി ശിഷ്ടകാലം MLA ആയിട്ട് കഴിയാം എന്നുള്ള ഒരു കണക്കുകൂട്ടലോടുകൂടി നിൽക്കുകയാണ്. ഇനി MLA ആയി മത്സരിക്കാനിറങ്ങി തോറ്റു കഴിഞ്ഞാലോ LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ഫോക്ലോർ അക്കാദമി, ഇങ്ങനെ കിടക്കുകയാണല്ലോ അക്കാദമികൾ. അതിൻ്റെ തലപ്പത്ത് കൊണ്ടിരുത്താം. അവിടെ ഇവരുടെയൊക്കെ തന്നെ ഉച്ഛിഷ്ടം കഴിച്ചു നടക്കുന്ന കുറേ എഴുത്തുകാരുണ്ട്. അക്കൂട്ടത്തിലൊക്കെ ഉള്ള ഒരാളാണിത്. അപ്പൊ ബെന്യാമിനെ പോലുള്ള ഒരാളെ അല്ല ആവശ്യം. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ആ മണ്ഡലത്തെ മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മുഴുവൻ സമയവും വിളിച്ചാൽ ഓടിയെത്തുന്ന, വെളിപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അവർക്ക് വേണം കൊടുക്കാൻ. കൊല്ലത്ത് മുകേഷ് MLA നമ്മൾ കണ്ടതാണ്. ആരെങ്കിലും ഫോൺ വിളിച്ചാൽ പോലും അവരോട് മോശമായി സംസാരിക്കുക, തട്ടിക്കയറുക. ഇതല്ല വേണ്ടത്. പക്ഷെ ഇതിനൊക്കെ വളരെ സൗമ്യമായി നേരിടാനും ഓടിയെത്താനും ഒരു രാഷ്ട്രീയക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ബെന്യാമിനെ പോലെ വിദേശത്തിരുന്ന് പുസ്തകം എഴുതി ലക്ഷങ്ങൾ സമ്പാദിച്ച് നാട്ടിൽ വന്ന് ശിഷ്ടകാലം സുഖകരമായി കഴിയാനുള്ള ഒന്നല്ല MLA പദവി എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. അതുകൊണ്ട് ഈ ബെന്യാമിനായാലും അതുപോലുള്ള മറ്റു ചില എഴുത്തുകാർക്കും സീറ്റ് കൊടുക്കാതിരിക്കുക. പാർട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.